യുഎസ് യുക്രൈന് നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കുവാൻ സാധ്യതയുണ്ടെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മൂത്ത മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ. ഖത്തറിൽ ദോഹ ഫോറത്തിൽ സംസാരിക്കവെയാണ് ഡൊണാൾഡ് ട്രംപ് ജൂനിയറിന്റെ പരാമർശം. യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിയെ വിമർശിച്ചും ട്രംപ് ജൂനിയർ സംസാരിച്ചു. യുക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ വിജയിക്കാനാകില്ലെന്ന് സെലൻസ്കിക്ക് അറിയാമെന്നും അതിനാലാണ് യുദ്ധം അവസാനിപ്പിക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്നതെന്നും ട്രംപ് ജൂനിയർ പറഞ്ഞു. റഷ്യയേക്കാൾ അഴിമതി നിറഞ്ഞ രാജ്യം യുക്രൈനാണെന്നും ട്രംപ് ജൂനിയർ വിമർശിച്ചു. റഷ്യക്കെതിരായ യൂറോപ്യൻ ഉപരോധങ്ങളെയും അദ്ദേഹം വിമർശിച്ചു. ഉപരോധങ്ങൾ മൂലം റഷ്യയിലെ എണ്ണവില വർദ്ധിച്ചെന്നും ഈ പണം റഷ്യയ്ക്ക് യുദ്ധത്തിനായി ഉപയോഗിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിൽ ട്രംപ് ജൂനിയർ ഔദ്യോഗിക പങ്ക് വഹിക്കുന്നില്ല എന്നിരുന്നാലും യുഎസിലെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ എന്ന മൂവ്മെന്റിലെ പ്രധാന വ്യക്തിത്വമാണ് ഡൊണാൾഡ് ട്രംപ് ജൂനിയർ. സമാധാന കരാർ സംബന്ധിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ മരുമകൻ എന്നിവരുമായി ഫോണിൽ ഫലപ്രദമായ ചർച്ച നടത്തിയെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി പറഞ്ഞു. സമാധാനം കൈവരിക്കുന്നതിന് യുഎസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ യുക്രൈൻ പ്രതിജ്ഞാബദ്ധമാണ്. യുഎസുമായുള്ള ചർച്ചകളുടെ അടുത്ത ഘട്ടത്തെക്കുറിച്ചും അതിന്റെ രൂപത്തെക്കുറിച്ചും ധാരണയിലെത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഫോണിലൂടെ ചർച്ച ചെയ്യാൻ കഴിയില്ല. സമാധാനം, സുരക്ഷ, പുനർനിർമ്മാണം എന്നിവയ്ക്കുള്ള നിർണായക നടപടികൾ ഉൾപ്പെടെ എല്ലാം പ്രായോഗികമായിരിക്കണം എന്നതാണ് ഞങ്ങളുടെ സമീപനമെന്ന് സെലൻസ്കി പറഞ്ഞു. സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ മരുമകൻ എന്നിവരുമായും യുക്രൈൻ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ സെക്രട്ടറി റെസ്റ്റം ഉമറോവ് ഈ ആഴ്ചയിൽ മിയാമിയിൽ 2 തവണ ചർച്ച നടത്തി. യുക്രൈനെ സുസ്ഥിരവും നീതിയുക്തവുമായ സമാധാനത്തിലേക്ക് നയിക്കുന്ന വിശ്വസനീയവുമായ ഒരു പാത തുറക്കുന്നതിനുള്ള ചർച്ചകൾ എന്നാണ് ഇരുപക്ഷവും ഈ ചർച്ചകളെക്കുറിച്ച് പ്രതികരിച്ചത്. അടുത്ത ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും സ്റ്റീവ് വിറ്റ്കോഫ് കൂടിക്കാഴ്ച നടത്തും.